ഹലോ ഗായ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പിന്നെയും വന്നേക്കുന്നത് ഈ വിള്ളനായിട്ടാണ് ഗായ്. നമ്മൾ കഴിഞ്ഞ ദിവസം മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്ത് ഗായ്. അപ്പോൾ നമുക്ക് അടുത്തത് ഇനി ബാക്കിയുള്ളത് ബ്രോക്കൺ മാസ്കും ബലൂൺ എസ്കേപ്പ് എന്ന് പറയുന്നത്, പിന്നെ എന്താ വാൻ എസ്കേപ്പ് ഉണ്ട് ഗായ്. അപ്പോൾ നമുക്കിനി ആ 2 എസ്കേപ്പ് ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വാൻ എസ്കേപ്പ് ട്രൈ ചെയ്യാം ഗായ്. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോവാം. ലെറ്റ് ഗോ. നമുക്കതിൽ ഈസി തന്നെ മതി ഗായ്. ട്യൂട്ടോറിയലൊന്നും വേണ്ട, നമുക്കെല്ലാ സംഭവങ്ങളും മനസ്സിലായല്ലോ. ട്യൂട്ടോറിയലിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, മുഴുവൻ കണ്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം എന്തോ നമ്മൾ പകുതിയാണ്, ഇന്നപ്പോൾ ഫുള്ള് കാണാം. ഒരു സെൻറ്റർ നമ്മൾ ഒരിടത്ത് കൊണ്ടുവന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഇവിടെ തൊട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. നമ്മൾ ഇറങ്ങി നമ്മൾ നടന്നു പോകുമ്പോൾ പുറയുന്നൊരടി, അതാണ് കൈ കിട്ടുന്നത്. ഇത് നണ്ണ് ഇപ്പോൾ തിരിയുമ്പം കിട്ടി. അപ്പോൾ നമുക്ക് എസ്കേപ്പാവും. കഴിഞ്ഞ പ്രാവശ്യം വലിയ പാടൊന്നും വേണ്ടി വന്നില്ല, നമ്മൾ ഡേ 1 തന്നെ എസ്കേപ്പായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. വാൻ എസ്കേപ്പിനെ കുറിച്ചൊന്നും അറിയില്ല. നമുക്ക് മെയിൻ ഡോറിന് നമുക്ക് ആ കീ മാത്രം മതിയായിരുന്നു. നമുക്ക് ആദ്യം തന്നെ സെർച്ച് ചെയ്യാം. നണ്ണിവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ മേളിൽ ആ കേബിൾ ഇടണം, എന്നാലും ഈ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. നമുക്ക് മേളിൽ എന്നാലാണ് ഈ സാധനങ്ങളൊക്കെ ഓപ്പൺ ആവുള്ളൂ. ഇവിടെ കേബിൾ ഇടണം. കേബിൾ ഇവിടെ നിന്ന് കണ്ട കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇവിടെ തന്നെയുണ്ട്. കേബിളൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടിയേ. നണ്ണിന് കയറി വരാമെന്ന് സൗണ്ട് ഉണ്ടാക്കി നണ്ണിനെ വിളിച്ചിട്ടുണ്ട്. പേടിച്ചു പോലെ. നമ്മളത് എങ്ങോട്ടാ പോണേ എനിക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഏതൊക്കെയോ വഴിക്കട വന്ന് കൈ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നും കാണാനില്ലല്ലോ കൈ. അവിടെ എന്താ കീ വേണമെങ്കിൽ. ഓ, നമ്മളിനി ഇവിടെ എങ്ങെത്താം? സൗണ്ട് ഇട്ട് നണ്ണ് വരും. നണ്ണിനെ നമ്മൾ ആദ്യം ഒന്ന് കണ്ടാല പിന്നെ കണ്ടിട്ടില്ല. നമ്മൾ ഈ നണ്ണിനെ പുറകെ കിടക്കുന്നതാണ്, നമുക്ക് സെർച്ച് ചെയ്യാം. നണ്ണ് നമ്മൾ അറിയാതെ പെട്ടെന്ന് മുന്നിൽ വരുമ്പോൾ കഴിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇങ്ങോട്ടൊന്നും പോകേണ്ട വന്നില്ല. അതിന് മുമ്പേ നമ്മൾ എസ്കേപ്പായിരുന്നത്. ഇവിടെ ഒന്നുമില്ല. കോയിനെന്തോ കിട്ടായിരുന്നു ഒന്ന് കൈ അപ്പറ. ഇവിടെ എന്ത് വാട്ടർ കൺട്രോളിങ്ങിൻ്റെ എന്താ സാധനം? ഇവിടെ എന്താ അവിടെ എന്താ നെയില് കളയാൻ വെക്കാറ് ക്രോബാർ ആയിപ്പോയി. അവിടെ അങ്ങ് ക്രോബാർ കണ്ടുപിടിക്കണം. ഒന്നും കിട്ടിയില്ല.
ഓ ഇവിടെ ഒളിച്ചിരിക്കാം കൈ, ഇവിടെ ഒക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കാം. അവിടെ ബഞ്ചസ് ഓഫ് കീ വേണം, ബഞ്ചസ് ഓഫ് കീ കണ്ടുപിടിക്കണം. ഇനി എവിടെയാന്ന് നോക്കണ്ട. അയ്യോ ഞണ്ണ് കണ്ടു. ഓ ഞണ്ണെന്ന് പറയാൻ വന്നേ ഉള്ളൂ, അന്നേരത്തെ നമ്മളെ കണ്ടു. എവിടെ നിന്നാണോ ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് തട്ടാ നമുക്ക് കറങ്ങി പോകാൻ. അയ്യോ ആ ഞണ്ണ് ചെറുതായിട്ട് ബോധമുണ്ടെന്ന് തോന്നുന്നത്. ഞണ്ണവിടെ കണ്ടിട്ടില്ല. നമ്മൾ മണ്ടയിൽ അടുക്കളയുടെ സൈഡിലേക്ക് ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് നമ്മൾ ഇങ്ങോട്ട് പോയി നോക്കിയില്ലാണ്ട് പോയി. എല്ലോക്കി ഇവയൊക്കെ ചാടാൻ പറ്റുന്നവ എന്താ കൈ. ഒരു വാൻ്റെ ഒച്ച എനിക്ക് കേൾക്കാമെന്നറിയില്ല, ഒരു വാൻ്റെ ഒച്ച കേൾക്കാം ഇടയ്ക്ക്. ഞണ്ണിവിടെ വരുമോ? എല്ലോക്കി താഴേക്കിടാം. രണ്ട് മിക്കവാറും മണ്ടേ വരുമായിരിക്കും. എന്നെ കാണാണ്ടല്ലോ. എന്നെ കാണാൻ ഓനെന്നെ താഴെ വന്നു. നമുക്കൊരു ട്രിക്ക് കിട്ടിയില്ല കൈ. നമ്മളിപ്പം ഇവിടെ നിന്ന് എന്തെങ്കിലും താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞണ്ണ് താഴെ വന്നു. അപ്പം ഞണ്ണ് കയറിയട്ടെ. ഞണ്ണ് വരാത്ത അയ്യോ ഞണ്ണല്ല കൈ, അങ്ങനെ ഒരു ഒറ്റക്കാക്കി. എൻ്റെ പൊന്നോ പേടിക്കും പോയി. ഞണ്ണ് അതുപോലെ കയറ്റുണ്ടാക്കിയാൽ നമ്മൾ പേടിച്ചില്ല. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചാടി വന്നായിരുന്നു. അയ്യോ കണ്ടു. എൻ്റെ പൊന്നോ ഇത് നമ്മളെ കൊണ്ട് പൊന്നോ ഇത് പേടിയാണ്. എല്ലോക്കി ഇവിടെ കിടക്കുന്നു, നടുക്ക് കിടക്കട്ടെ. നമുക്കിനി അപ്പുറം സൈഡിലേക്ക് പോയി നോക്കാം. ഇവിടെ ഒന്നും ഇല്ല കൈ. ഞാനിപ്പോൾ എവിടെ വരുന്നത്? അവിടെ ആ വഴി മാത്രമേ ഉള്ളൂ, അല്ല ഇങ്ങോട്ട് ഞാൻ ഓർത്ത് റൂം കാണുന്നു. പിന്നെ താഴെ നമ്മൾ മണ്ടയിൽ ഈ സൈഡ് ഫുള്ള് സെർച്ച് ചെയ്തു, ഇനി അങ്ങോട്ട് പോയി നോക്കണം. അവിടെയാണ് ഇനി കേസുള്ളത്. അപ്പം ഞണ്ണിവിടെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി ഞണ്ണിവിടെ ഇവിടെ വന്നിട്ടുണ്ട്. ഞണ്ണിപ്പം അവിടെ വരും. കഥക് തുറക്കുക. എന്നെന്നാലും പോയിട്ടുണ്ട്, കഥ കടച്ചിട്ട് പോകണം. എന്നാണ് വായിച്ചെന്ന് വരും. അയ്യോ അങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഉള്ള നല്ല കാര്യം. നേരെ പോയി സത്യം. എൻ്റെ സൗണ്ടും കേട്ടു. അപ്പം ഞണ്ണ് വരും. ഇത് ബുക്കൊക്കെ നമ്മൾ എടുത്തോണ്ട് പോകണ്ട, എന്തിനാണോ എന്നാണോ ഒന്നും അറിയില്ല. പിന്നെ ഞണ്ണിൻ്റെ വായിക്കെന്നെ കയറുമെന്ന്. ഏതാ വഴി?
ഞണ്ണിവിടെ കയറി വരുമല്ലോ. അയ്യോ എൻ്റെ പൊന്നോ, ഞണ്ണ് മുന്നീന്ന് വന്നു. ഞണ്ണിന് ബോധമിട്ട് ചാടിപ്പോ. മണ്ടേ പോയി തറക്കുക. മണ്ടേ തന്നെ നമുക്ക് തറയ്ക്കാനുണ്ട്. അതാണ് താഴെ. താഴെ തറക്കി. ഇവിടെ എന്താ ഉണ്ട്? എന്താ എടുക്കാനുള്ള സാധനം അതൊക്കെ കൊണ്ടുപോകാം. എന്നാൽ എങ്ങോട്ടുള്ള വഴിയായിരിക്കും? ഇങ്ങോട്ട് വഴിയില്ല. നല്ല പരിചയമില്ലാത്തൊരു സ്ഥലം. ഞാനിപ്പോ ഈ വഴി വരുമായിരിക്കും. വേറെ വല്ല വഴി ഉണ്ടെന്നാണ്. എന്നാ വഴിയാകായി? എല്ലാ വഴിയും ഒരുപോലെ. പൊന്നോ, എങ്ങോട്ടാണോ പോണ്ടേ? അത് നമ്മൾ ഞണ്ണിൻ്റെ വഴി തന്നെ നിന്ന് കയറുന്നു. തന്നെയാണ് കുറച്ച് തന്നെ കയറി. ഞണ്ണ് സ്റ്റെപ്പ് കയറി വന്നായിരുന്നോ എടുത്ത്. എനിക്ക് എന്തോ ഒച്ച കേൾക്കാൻ കഴിയും. എന്നതാ എന്തോ ഒരു ഒച്ച. ഞണ്ണ് എവിടെയാണോ? ഞണ്ണിനെ കണ്ടിട്ട് വല്ലേ ശരിയാവില്ല. നമ്മൾ ഞണ്ണ് എവിടെയാണെന്ന് ഓർത്തിരിക്കും. വേറെ ഞണ്ണിവിടെ എല്ലാ തരികളും വരാൻ സാധ്യതയുണ്ട്. ഞണ്ണെവിടെ? ക്രോബാർ കിട്ടണം ശരിക്കും പറഞ്ഞാൽ. അവിടെ മാനസ്കേപ്പിന് എന്തോ മാനസ്കേപ്പിൻ്റെ ഒരു സാധനം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മാനസ്കേപ്പിന് എന്നാ വേണ്ടതെന്ന് പോലും അറിയില്ല. എവിടെയാണോ? അയ്യോ, ഞണ്ണ് എവിടെയായി? ഞണ്ണ് മഞ്ഞുമില്ല. അവിടെ അങ്ങ് ദൂരെ പോയേക്ക. എന്നതായി ഞണ്ണ്? ഇപ്പൊ എവിടെന്നാ വന്നേ? ഒന്നും അറിയില്ല. ബാക്കിന്ന് വരുമോ, ഫ്രണ്ടിൽ വരുമോ, സൈഡിന്ന് വരുമോ? ഇപ്പം ഞണ്ണിനെ കണ്ടിട്ട് കാണാം. ഗൈസ്, നമ്മുടെ ഞണ്ണ് എവിടെയോ ഗ്ലിച്ചായി പോയി. ഗൈസ്,
നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ താക്കോൽ എന്തോ പ്രാവശ്യം താഴെ ഇട്ടുന്നത്. ഇതുവരെ ഞണ്ണ എവിടെയാന്ന് പോലും ഒരു വിവരമില്ല. അവിടെ ഏതായാലും പോയി നോക്കാം. നമ്മൾ പോണതിന് മുമ്പേ ഞണ്ണ അതിൻ്റെ അകത്ത് പോയെന്ന് ആർക്കറിയാം. ഇവിടെ പോയി നോക്കാൻ കഴിയും. ഞണ്ണൊന്നും വട്ടം കയറി വരല്ലേ എന്നൊരിതുള്ളൂ. നമ്മൾ വേറെ ഒരു സ്ഥലത്തെത്തി. സിബറോ വേണ്ട, ഇവിടെ നിന്ന് വിളിക്കാനൊക്കെ സ്ഥലമുണ്ടല്ലോ. വെള്ളം ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ്. ഗ്രീനല്ലേ നമ്മൾ പോകണ്ടേ? റെഡിൽ പോയി പണി കിട്ടുമല്ലോ. അങ്ങോട്ട് റെഡാ, അപ്പം അങ്ങോട്ട് തന്നെ നമ്മൾ ചാവുമായിരിക്കുന്നത്. വാട്ടർ കൺട്രോൾ നമ്മൾ 3-4 സ്ഥലത്ത് വാട്ടർ കൺട്രോൾ കണ്ടായിരുന്നു. പോയി ഉറക്കം നമ്മൾ 3-4 സ്ഥലത്ത് വാട്ടർ കൺട്രോൾ 2-3 സ്ഥലത്ത് കണ്ടായിരുന്നു. അതൊക്കെ അത് അയക്കാനായിരിക്കും. നാളിലുണ്ടെന്നാണോ നോക്കാം. ഒരെണ്ണം ഞണ്ണിൻ്റെ ബാത്റൂമിലുള്ള ഉണ്ടായിരുന്നു. ഞണ്ണിൻ്റെ ബാത്റൂമിൽ ഒരെണ്ണം കണ്ടു. പിന്നെ എവിടെയാണ്? ഇവിടെയാണ്. പുറത്ത്. നമ്മൾ പുറത്താണ് കണ്ട്. ഇവിടെ ഞണ്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് ടോപ്പിയാണ്. 4 ഉണ്ട്. ഒരെണ്ണം സ്റ്റോപ്പ് ചെയ്ത് ഇനി 3 ക്ലോസ് ചെയ്യണം. ഇനി ഞണ്ടിൻ്റെ ടോയ്ലറ്റിലാവുന്നുണ്ട്. അതെവിടെയായിരുന്നു? ഞണ്ടിൻ്റെ റൂം കൂട്ടിയിട്ടായിരുന്നു. ഞണ്ടിൻ്റെ ടോയ്ലറ്റ് ഇവിടെ അടുത്തായിട്ടെങ്ങാണ്ടാണല്ലോ. ഇതിൻ്റെ അകത്താണ്. ഇത് നമ്മൾ അങ്ങോട്ട് ഇവിടെയായിരുന്നു. അതോ ഇതിന് 2 കൂടെ ഉണ്ട്. മിക്കവാറും ബാത്റൂമിൽ ഏതെങ്കിലും കക്കൂസിലായിരിക്കും. നമ്മളിപ്പോൾ വന്നെടുത്ത് നോക്കിയുമില്ല. അവിടെ മിക്കവാറും കാണാം. അവിടെ പോയി നോക്കാം. അവിടെ ഉണ്ടോ? കീ വേണം. കണ്ടോ? ഇവിടെ ഒരെണ്ണമുണ്ട്. ഒരെണ്ണം കൂടെയുണ്ട്. അത് ഇപ്പുറത്തേക്ക് കാണാം. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനെ സാധനം ഇല്ല. പിന്നെ എവിടെയായിരിക്കും? പിന്നെ ഈ വഴി വല്ലതാണോ? പോയി നോക്കാം. ഇവിടെ എങ്ങാനും ഈ വഴി ഇറങ്ങിയപ്പോൾ ഒരു ഭയം. അല്ലെന്നെങ്ങാനും ഇവിടെ ഇല്ല. അത് ഞാൻ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മൾ കൂടെ ആ വഴി ഇറങ്ങി വന്നപ്പോൾ നമ്മൾ വേറെ ഒരു സ്ഥലത്തെത്തി. കയറിപ്പോയി നോക്കാം. അയ്യോ ഗൈസ്, വാൻ. ഇപ്പോൾ അമ്മാമ്മ വരും. അമ്മാമ്മയല്ല, എൻ്റെ പൊന്നോ, പേടിച്ചും പോയി. എന്നെ ചെയ്യണ്ടേ? ഒരെണ്ണം കൂടെ എന്തോ ഉണ്ട്. അപ്പോൾ അവിടെയാണ് വാൻ എസ്കേപ്പ് ചെയ്യേണ്ടത്. പിന്നെ ഒരെണ്ണം കൂടെ എവിടെയാണ് കണ്ടുപിടിക്കണം. ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് കാണാൻ കഴിയുന്നത്. ഗൈസ്, നമ്മൾ മൊത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ എല്ലാ സ്ഥലവും നമ്മൾ സെർച്ച് ചെയ്തു. ഒരിടത്ത് പോയി നമ്മൾ ഇതുവരെ കണ്ടില്ല ഒരെണ്ണം എവിടെയാണ്. ഇനി നമുക്ക് ഓരോ ഓപ്ഷനും കൂടെ ഉള്ളൂ. നമ്മൾ ഇത്ര നേരം ഇറങ്ങിപ്പോകാൻ മടിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകണം. ഇനി അവിടെ പോയി നോക്കാൻ കഴിയും. മിക്കവാറും അവിടെ ആയിരിക്കും ഞണ്ണ്. ഇത്ര നേരം ഞാൻ മുഴുവൻ കറങ്ങി നടന്നിട്ടും ഞണ്ണിനെയും കണ്ടില്ല, ഒരു ലഡും കണ്ടില്ല. അപ്പം ഈ വഴി ഇറങ്ങിപ്പോയി നോക്കാം. മിക്കവാറും ഞണ്ണിവിടെ കാണും. പയ്യെ നടക്കാം.
ഇവിടെ ഇല്ല, ആ വഴിക്കായിരിക്കും ഞങ്ങൾ. ഇതിനെണ്ണിരിക്കുന്ന കൈ ഇതുണ്ടോ? എണ്ണവിടെ ഗ്ലിച്ചായിപ്പോയി. അവിടെ ഇരിക്കട്ടെ, നമ്മുടെ ഭാഗ്യം. അങ്ങനെ കണ്ടല്ലോ അതല്ല, കണ്ടോണെങ്കിൽ അതാണ് കേട്ടി കളിക്കാം. ഇതിനെ ഉണ്ടല്ലോ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ തന്നെ ഇതാണ് പോയ സ്ഥലമല്ലേ. നമ്മൾ നടന്ന് സ്കൂളിൻ്റെ ഫ്രണ്ട് വരെ എത്തി. ഇവിടെയായിരുന്നു സാധനം. നമ്മൾ 4 ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നടന്നു പോയി, അത് തന്നെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ വഴിയാണ് കയറി വന്നേ. ഇവിടുത്തെ വെള്ളമൊക്കെ പോയി. നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബഞ്ച് ഹോക്കി കിട്ടി. പിന്നെ നമുക്ക് ഇവിടെ എന്താ യെല്ലോ കീ വേണം, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈവിൾ നണ്ട് ഗ്ലിച്ചായിരിക്കാം. നമ്മൾ വീഡിയോയിലുണ്ട് ഈവിൾ നണ്ട് ഗ്ലിച്ചായിരിക്കുക, കാണിച്ചില്ലായിരുന്നു നമ്മൾ. അപ്പോൾ ഈവിൾ നണ്ട് ഗ്ലിച്ചായി ഇവിടെ ഒരു പുള്ളിക്കാരത്തി വരും. ഞാൻ ഈ ആണുങ്ങളായിട്ട് സെർച്ച് ചെയ്തിറങ്ങിയപ്പോൾ ഒരു വാൻ്റെ വെച്ച് നമ്മൾ ഇടയ്ക്ക് കേൾക്കാനുള്ള കാര്യം, ആ വാൻ്റെ വെച്ച് ഇവിടെ ഒരു പുള്ളിക്കാരത്തി വരും. അതുകൊണ്ട് ആ നേരെ കാണുന്ന വിൻഡോയുടെ അവിടെ കുറച്ച് തുണി വെക്കും കഴിയും. ആ തുണി കഴുകി കഴിഞ്ഞിട്ടാണ് അവർ പോണേ. അപ്പോൾ എന്നിട്ട് അവരവിടെ പോയി ഇരുന്ന് ഉറങ്ങും. അപ്പം നമ്മൾ ആ വാൻ്റെ അകത്ത് എങ്ങനെ കയറി രക്ഷപ്പെടണം. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലോക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ബഞ്ച് ഹോക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ റൂം തുറക്കാനുണ്ട്. റൂം തുറന്നതിന് പിന്നെ ഏതോ റൂമിൽ കോഡ് കൊടുക്കാനുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാൻ വരുവാണെങ്കിൽ ഞാൻ കാണിക്കണ്ടേ കണ്ടോ? വാൻ വന്ന സൗണ്ട് ഇപ്പോൾ വാൻ വരും. വാൻ വന്നിട്ടുണ്ട് ഇപ്പം നോക്കിക്കോട്ടോ. ഇപ്പോൾ ഒരു പുള്ളിക്കാരത്തി അവിടെ ഹാർട്ട് ബീറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഒരു പുള്ളിക്കാരത്തി ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട് അവിടെ കൊണ്ട് ഒരു കൊട്ടയിൽ തുണിയാണ് വന്നു തുണി കൊണ്ടേ വെക്കുന്നുണ്ട്. ഇപ്പം എന്താ കൊണ്ടേ പറ്റും. അടുത്തങ്ങനെ ഇപ്പോൾ കൊണ്ടുവരും കൊണ്ടേ വെച്ച് അത് അടച്ചു. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി ഇവിടെ വന്ന് അപ്പോൾ അവിടെ വന്നിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. ആ പുള്ളിക്കാരത്തി അവിടെ ഇരുന്ന് ഉറങ്ങും. നമുക്ക് ഈ ബോക്സിലൊക്കെ എസ്കേപ്പ് ഉണ്ട്. ഈ ബോക്സിൽ നമ്മൾ ഈ മഞ്ഞ എന്താ പെയിൻ്റ് ആ ബോക്സ് എം ടി ആയി കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. അപ്പോൾ ആ ബോക്സിൽ നമ്മൾ എന്തായാലും പെയിൻറ്റോ അങ്ങനെ വല്ലതും ഒഴിക്കണം. അപ്പോൾ ആ പുള്ളിക്കാരത്തി അത് കഴുകാൻ കൊണ്ടിടുമ്പം കണ്ടോ പുള്ളിക്കാരത്തി ഇപ്പോൾ വന്നു. ഇപ്പം നമ്മളവിടെ പെയിൻറ്റ് ഒഴിച്ചാൽ ആ പുള്ളിക്കാരത്തി അത് കഴുകിയിട്ടും പോയി കിടന്നുറങ്ങും. അപ്പോൾ നമുക്ക് ആ ബോക്സിൽ കയറി രക്ഷപ്പെടാം. അതാണ് വാൻ എസ്കേപ്പ്. അപ്പോൾ നമുക്ക് എല്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പെയിൻറ്റ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. ഇവിടെ എന്തോ ഓപ്പൺ ചെയ്യാനുണ്ട് നമ്മുടെ തൊട്ട് സൈഡിൽ. അപ്പോൾ അവിടെ പോയി നോക്കാം, അവിടെ ആയിരിക്കും. ഈ വിള്ളണ്ട് പിന്നെ ഗ്ലിച്ചായിട്ടുണ്ടാവും, അത്ര പേടിക്കാനില്ല. പുള്ളിക്കാരത്തി അങ്ങ് പോട്ടെ. വെറുതെ ചെന്ന് മുന്നിൽ ചാടണ്ടേ, എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലോ പുള്ളിക്കാരത്തി കണ്ട. പുള്ളിക്കാരത്തി പോയി. ഇതുണ്ട് ഇവിടെ കണ്ട എല്ലോക്ക് ചോദിച്ചിട്ടുണ്ട്. അവിടെ പോകണം. നമുക്ക് നമ്മൾ വന്ന വഴി ഇതാണ് ഈ വഴി നിങ്ങൾക്കറിയണം. നമ്മൾ ഇവിടെ വന്ന ഇതെടുത്ത് ഇപ്പം ഈ വഴി വെള്ളമില്ല. നേരത്തെ ഈ വഴി വെള്ളം ഉണ്ടായിരുന്നു. ഇതെങ്കിലും എടുക്കാണ്ട് നോക്കാം. ഇപ്പം നമുക്ക് തോന്നുന്ന പോലെ നേരത്തെ അവർ ഗ്രീൻ ലൈറ്റ് കൊടുക്കുന്ന സൈഡിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇവിടെ ഒന്നുമില്ല. ഈ വെള്ളം നമ്മൾ എന്തിനായിട്ട് അടയ്ക്കുക? ഒന്നും അറിയില്ല. ഈ വെള്ളം ചിലപ്പോൾ ഗ്ലിച്ചിൽ തന്നെയായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ കീ വെച്ച് ഡോറ് 2 കൊണ്ടാണ് തുറക്കാനുണ്ട്. അപ്പോൾ ആ ഡോറ് പോയി തുറക്കാൻ പറ്റുന്നത്.
ഇവണ്ണെന്ന് മിക്കാനും കാര്യം ഇപ്പോഴും ഗ്ലിച്ചിലായി ചിലപ്പോൾ. ഇപ്പം ഈ കീ വെച്ച് തുറക്കാനുള്ള റൂം ഇവിടെ ഒരു റൂമുണ്ട്. ഇതല്ല, ഇവിടെ അല്ല, ഈ വഴിയാണ്. ഇതിനുള്ള കോഡ് വെച്ച് നടക്കണ്ട. ഇവിടെ വേറെ എന്താ സാധനം ബ്ലോക്കഡാന്ന് പറയാം. അതും ബ്ലോക്കഡാ. അപ്പോൾ നമ്മൾ തുറക്കേണ്ട ഡോർ ഏതായിരുന്നു? നമുക്ക് ഡൗട്ടായിട്ടത് എവിടെയായിരുന്നു ചെറുതായിട്ട് നമ്മളൊന്ന് മറന്നുപോയി പോയെന്ന് തോന്നുന്നു. ചെറുതായിട്ട് എന്നാൽ ഏതായിരുന്നുണ്ടോ? ഏതൊരു ഡോറുണ്ട് മണ്ടയിലാണ്. ഈ ഡോർ ഈ ഡോറാണ്. ഇവിടെ ഒന്നുമില്ലേ? ഇവിടെ നമ്മൾ വന്നാണ്. ഇത് നമ്മൾ വന്ന അവിടുത്തെ താക്കോൽ നമ്മുടെ കൈ കിട്ടി, അത്രേ ഉള്ളൂ. വേറെ കാര്യമൊന്നും ഇല്ല അവിടെ. അപ്പോൾ നമുക്ക് ആ യെല്ലോ കീ കൊണ്ട് പറ്റുക. ആ യെല്ലോ കീ അവിടെ കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് പെയിൻറ്റാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് യെല്ലോ കീ അവിടെ കൊണ്ടുപോയിട്ട് കാണാം. നമ്മളപ്പോൾ യെല്ലോ കീ എടുത്തിട്ടുണ്ട്. നമുക്ക് യെല്ലോ കീ ആയിട്ട് പോയി നോക്കാം. നിങ്ങളാ വഴി കണ്ടില്ല? വെള്ളത്തിൻ്റെ ഒച്ച ഇപ്പോഴും നോക്കാം. എവിടെന്നാന്ന് അറിയില്ല. നമ്മളിപ്പോൾ ചെന്നാലും ചിലപ്പോൾ നോക്കാമോ? പുള്ളിക്കാരത്തി പോയി ഇരുന്നു. പൊളിച്ചില്ല. ഇപ്പം നമ്മൾ പെയിൻ്റ് ഒഴിച്ച് പോയി. അപ്പോൾ പുള്ളിക്കാരത്തി എണീക്കുമ്പോൾ നമ്മളവിടെ പെയിൻ്റ് ഒഴിച്ചിട്ടുണ്ട്. അതേ പുള്ളിക്കാരത്തി എണീറ്റ് പുള്ളിക്കാരത്തി ഇപ്പോൾ തുണി കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അവിടെ പെയിൻ്റ് ആയി. അപ്പോൾ ആ ഇത് കൊണ്ട് അപ്പോൾ യെല്ലോ പെയിൻ്റ് തന്നെയായിരുന്നു കൈ. അപ്പോൾ കിട്ടി. പുള്ളിക്കാരത്തി കൊണ്ട് വെക്കട്ടെ. ഒന്നും കാണത്തില്ലല്ലോ. ഒരു പീസും കൂടെ വെച്ച് കഴിഞ്ഞു. പുള്ളിക്കാരത്തിന് ഇങ്ങോട്ട് കൊണ്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് പോയി കിടന്ന് ഉറങ്ങുമായിരിക്കും. അങ്ങനെ വല്ലതായിരിക്കും പുള്ളിക്കാരത്തി. അതേ കൊണ്ടേ വെച്ചു. പുള്ളിക്കാരത്തി ഉറങ്ങാറില്ല. പുള്ളിക്കാരത്തി ഒന്നും കൂടെ വെച്ചു. 3 കെട്ടിലാണ് കൈ നമ്മൾ മഞ്ഞ പെയിൻ്റ് ഒഴിച്ചേ. പുള്ളിക്കാരത്തിക്ക് ഒരു പണിയാകട്ടെ. പുള്ളിക്കാരത്തി പോയി കിടന്നുറങ്ങാം. നമ്മളിവിടെ കയറി. ഗായ് നമ്മൾ ബോക്സിൽ കയറി ഇരുന്നു. ഇനി പുള്ളിക്കാരത്തി വന്നാൽ മതി. ഈ പുള്ളിക്കാരത്തി തുണി എൻ്റെ മോനെ ഗായ് എന്തോ മണിയടി വെച്ചേക്കാം.
ഓ ഈ മണിയടി ഒറ്റ നമ്മളെ കൈ ഈ പുള്ളിക്കാരത്തെ എണീക്കുന്നത് ഡോറടിക്കും. നമ്മള് വാനിൽ എസ്കേപ്പ് വന്നു. അതെ ഇവിടെ ഗേറ്റ് ഉണ്ടായിരുന്നില്ല, അവിടെ ഗേറ്റ് ഓപ്പൺ ആയി നമ്മളെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഈ വെള്ളയിലെ വാൻ എസ്കേപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്. നമുക്കിനി ബാക്കിയായിട്ടുള്ളത് ബ്രോക്കൺ മാർക്ക് എന്ന് പറഞ്ഞ ബലൂൺ എസ്കേപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.